എല്ലാവർക്കും എജിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 1000 സീരീസിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പാർട്ട് 4 ഓക്കെ, പാർട്ട് 4 നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് നമുക്ക് സാധാരണയായിട്ട് എപ്പോഴും കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിച്ച് കാണുന്നുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ്, കൺക്ലൂഷൻ, അസംഷൻ, ആർഗ്യുമെന്റ്, കോഴ്സ് ഓഫ് ആക്ഷൻ, കോസസ് ആൻഡ് എഫക്ട്, അസേർഷൻ, റീസൺ എന്ന് പറയുന്ന ടോപ്പിക്കുകളുണ്ട് നമ്മൾ പറഞ്ഞു. അതിൽ അസേർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ ക്വസ്റ്റിനിൽ കാണുന്നത്. ഓക്കെ, ഇതങ്ങനെ എന്താ പറയാ, സ്ഥിരം ചോദിക്കില്ലെങ്കിൽ നമ്മൾ കൂടുതലും കാണുന്നത് സ്റ്റേറ്റ്മെന്റ്, കൺക്ലൂഷനോ അസംഷനോ ആർഗ്യുമെന്റോ കോഴ്സ് ഓഫ് ആക്ഷൻ ആണെങ്കിലും അസേർഷൻ റീസണും ഇടയ്ക്ക് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം അസേർഷൻ റീസണും എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഇവിടെ എന്താ സംഭവിച്ചാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഓക്കെ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ലേബിൾഡ് അസേർഷൻ ആൻഡ് റീസൺ ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഓപ്ഷനിലുള്ള എന്താണോ അതിൽ നിന്നും ഒരു ഉത്തരം കൃത്യമായിട്ട് സെലക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ and reason is the correct explanation of assertion. അതായത് എന്താ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ അത് അസേർഷനും റീസണും ശരിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ആർ ട്രൂ, ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്ന് പറഞ്ഞത്. അസേർഷൻ റീസണിൽ പറഞ്ഞ കാര്യം ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ റീസൺ എന്ന് പറയുന്നത് അതാ, റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. റീസൺ എന്ന് പറയുന്നത് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ എന്നാ പറയുന്നത്. അസേർഷനിൽ റീസണിൽ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷേ റീസണിൽ പറഞ്ഞ കാര്യം അസേർഷന്റെ എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ് ആൻഡ് അസേർഷൻ ഈസ് ഫോൾസ് ആൻഡ് ബട്ട് റീസൺ ഈസ് ട്രൂ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അസേർഷൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അസേർഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് ഈ അസേർഷനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ ശരിയായിട്ടുള്ള ഡേറ്റ ആണെന്ന് നോക്കുക. ഈ അസേർഷൻ റീസൺ അത് കൂടുതൽ വരുന്ന GK റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കേണ്ടത് ആ അസേർഷനിൽ പറഞ്ഞ ഡേറ്റ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് നമ്മൾ റീസൺ വായിച്ചു നോക്കണം. ഓക്കെ, എന്നിട്ട് റീസണിൽ പറഞ്ഞ കാര്യം ശരിയാണോ നമ്മൾ നോക്കണം. ഇനി അസേർഷനിലും റീസണിലും പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണോ റീസണിൽ കിടക്കുന്നത്, അതായത് റീസണിൽ പറഞ്ഞ ഡേറ്റ കാരണമാണോ അത് കാരണമാണോ അസേർഷനിൽ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത് എന്ന് നമ്മൾ നോക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് അസേർഷനിൽ എന്താ പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് നോട്ട് ഓൾവേസ് എ പൊല്യൂട്ടന്റ് എന്നാ പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എല്ലായ്പ്പോഴും ഒരു പൊല്യൂട്ടന്റ് അല്ല എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ വേണമെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂട്ടന്റ് ആകാം അല്ലെ, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ അസേർഷനിൽ പറഞ്ഞ കാര്യം എന്താണ്, ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഓൾവേസ് എന്തല്ല, എല്ലായ്പ്പോഴും ഇതൊരു പൊല്യൂട്ടന്റ് അല്ല എന്ന് പറയുന്നുണ്ട്, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. റീസണിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്ലാന്റ്സ് റിക്വയർ കാർബൺ മോണോക്സൈഡ് ഫോർ ഗ്രോത്ത് ദാറ്റ് ദേ ഗെറ്റ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ്. ആ പറഞ്ഞ കാര്യം എന്താണ്, തെറ്റാണ് അല്ലെ. അസേർഷനിൽ പറഞ്ഞ കാര്യം ശരിയാണ്, പക്ഷെ റീസണിൽ പറഞ്ഞ കാര്യം എന്താണ്, തെറ്റാണ്. രണ്ടും ശരിയാണെങ്കിൽ എക്സ്പ്ലനേഷൻ ആണോ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലിപ്പോൾ ഒരെണ്ണം ശരിയും ഒരെണ്ണം തെറ്റുമാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അസേർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫോൾസ്. ഇതായിരിക്കും നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അസേർഷനിൽ പറഞ്ഞ ഡേറ്റ വായിച്ചു നോക്കുക, അതിൽ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം നിങ്ങൾ നോക്കുക. റീസണിൽ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ നോക്കുക. രണ്ടും ശരിയാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ആയിരിക്കും. അപ്പൊ അസേർഷൻ റീസണും ശരിയാവുമ്പോൾ എക്സ്പ്ലനേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് സ്റ്റേറ്റ്മെന്റ്സിലെ ഒരു ടൈപ്പ് ഓഫ് ടോപ്പിക് എന്ന് പറയുന്നത്, അസേർഷൻ റീസൺ എന്ന് പറയുന്ന ടോപ്പിക്. കമ്പാരിറ്റീവ്ലി നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ GK റിലേറ്റഡ് നോളജ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ അത് നമുക്കത് വെച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, വെൻ ഡയഗ്രാം അനാലിസിസ് എന്നൊരു ടോപ്പിക് നമുക്ക് കഴിഞ്ഞ സീരീസിൽ നമ്മൾ ഒരിക്കൽ വെൻ ഡയഗ്രാം അനാലിസിസിന്റെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടായിരുന്നു. ഇത് മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, രണ്ട് ടൈപ്പ് നമുക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു 3 വേർഡ്സ് ഉണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ, സെലക്ട് ദ വെൻ ഡയഗ്രാം
that best represents the relations between the given set of classes. അതായത് നിങ്ങൾക്ക് 4 ഓപ്ഷൻ ഫിഗേഴ്സ് ഉണ്ട്. ആ 4 ഓപ്ഷൻ ഫിഗേഴ്സിൽ 3 വെൻ ഡയഗ്രാംസിന്റെ കോമ്പിനേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 3 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ, ഈ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ ബെസ്റ്റ് റെപ്രസെന്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ബെസ്റ്റ് റെപ്രസെന്റ്സ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഓപ്ഷനകത്ത് ഏറ്റവും ബെറ്റർ ഏതാണ്, ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം 3 വേർഡ്സ്, ഈ 3 വേർഡ്സിന്റെ ലിമിറ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ ലിമിറ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇവിടെ പറയുന്നത് റെസ്ലേഴ്സ്, ബോക്സേഴ്സ്, ഫൈറ്റേഴ്സ് എന്നാണ് പറയുന്നത്. റെസ്ലേഴ്സും പറയുന്നുണ്ട്, ബോക്സേഴ്സും പറയുന്നുണ്ട്, ഫൈറ്റേഴ്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്ലേഴ്സും ബോക്സേഴ്സും നമുക്ക് എന്താണ്, ഫൈറ്റേഴ്സ് അല്ലേ. അപ്പൊ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് അകത്തോട്ടല്ലേ ആര് വരുന്നത്, റെസ്ലേഴ്സും ബോക്സേഴ്സും. അപ്പോൾ ഫൈറ്ററിനകത്ത് ആര് വരണം, റെസ്ലേഴ്സും ബോക്സേഴ്സും വരണം. അങ്ങനെ വരുന്ന റിലേഷൻ കാണിക്കുന്ന വെൻ ഡയഗ്രം ഏതാണ്, ഇതാണ്. ഫൈറ്റേഴ്സ്, റെസ്ലേഴ്സ്, ബോക്സേഴ്സ്. കണ്ടോ, ആ ലിമിറ്റേഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്, ആ വേർഡുകളുടെ ലിമിറ്റ് മനസ്സിലാക്കുക. ഫൈറ്റേഴ്സിന് ലിമിറ്റ് വെച്ചാൽ ഫൈറ്റേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ടൈപ്പ് ഓഫ് ഫൈറ്റേഴ്സ് ഉണ്ട് അല്ലേ. ഇപ്പോൾ കരാട്ട ഫൈറ്റേഴ്സ് ഉണ്ട് അല്ലേ, കളർ ചെയ്യുന്ന ഫൈറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ ഫൈറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ റെസ്ലേഴ്സും ബോക്സേഴ്സും എന്താണ്, ഫൈറ്റേഴ്സ് ആണ്, അവരും ഫൈറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന അതിനകത്ത് നമുക്ക് എന്താണ് റെസ്ലേഴ്സിനെയും ബോക്സേഴ്സിനെയും കരാട്ട ഫൈറ്റേഴ്സിനെയും എല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അല്ലേ. അപ്പം ആ ഓൾ എന്ന റിലേഷൻ വരുന്ന രീതിയിൽ ആ 2 പേര് വരണം. അതെങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് ഓപ്ഷനകത്താണ്. ഇത് വെച്ചാൽ നോ റിലേഷൻ ആണ്, ഇവർ പരസ്പരം ഒരു ബന്ധവും ഇല്ലെന്ന് പറയുന്നത് നോ റിലേഷൻ ആണ് വരുന്നത്. ഇത് 2 പേര് തമ്മിൽ സം റിലേഷൻ. എന്താണ്, റെസ്ലേഴ്സും ബോക്സേഴ്സും തമ്മിൽ സം റിലേഷൻ, ബോക്സേഴ്സും ഫൈറ്റേഴ്സും തമ്മിൽ റിലേഷൻ. ഓർഡർ ഇങ്ങനെ വരണമെന്നൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ലോജിക്ക് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ നമ്മളെ റിലേഷൻ ബെസ്റ്റ് ആയിട്ട് കാണിക്കുന്ന വെൻ ഡയഗ്രാം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതും ഒരുപാട് വേർഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണും. അപ്പൊ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് എന്താണ്, ആ വേർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സംഭവം എന്ന്. അടുത്തൊരു സിലോയിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. സിലോയിസം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക, കൺസെപ്റ്റുകൾ ബേസ് ക്ലിയർ ആക്കി വെച്ചേക്കുക. നിങ്ങളുടെ ബേസ് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ എപ്പോഴും. അപ്പൊ ഇവിടെ നോക്കാം, ഓൾ കാർസ് ആർ ഈറ്റബിൾ ഗുഡ്സ് എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ, വെൻ ഡയഗ്രം വരയ്ക്കാൻ ചെയ്യുന്നത് അല്ലെ. ഓൾ കാർസ് ആർ ഈറ്റബിൾ ഗുഡ്സ് എന്ന് ആദ്യം പറയുന്നുണ്ട്. നമ്മൾ വെൻ ഡയഗ്രം വരച്ചു നോക്കാണ്. ഓൾ കാർസ് ആർ ഈറ്റബിൾ ഗുഡ്സ്. ഓക്കെ, ഓൾ കാർസ് ആർ ഈറ്റബിൾ ഗുഡ്സ്. അടുത്ത ഓൾ ഗേസേഴ്സ് ആർ ഈറ്റബിൾ ഗുഡ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഓൾ ഗേസേഴ്സ് ആർ ഈറ്റബിൾ ഗുഡ്സ്. പ്രത്യേകം ശ്രദ്ധിക്കാം, ഈ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഈ 2 പേരും ഈറ്റബിൾ ഗുഡ്സ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 2 പേര് തമ്മിൽ റിലേഷണൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാണ്ട് രീതിയിൽ വരയ്ക്കാം. എന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ നോ റിലേഷൻ ആണെന്നും പറയാൻ പറ്റില്ല നമുക്ക് കേട്ടോ. ശ്രദ്ധിച്ചോണം. ഇനി നമുക്ക് നോക്കാം, ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറയുന്നത്, സം കാർസ് ആർ ഗേസേഴ്സ് എന്ന് പറയുന്നുണ്ട്. സം കാർസ് ആർ ഗേസേഴ്സ്. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ, ഈ കാറും ഗേസും നമ്മളെ റിലേഷൻ ആക്ച്വലി അൺനോൺ റിലേഷൻ ആണ്. പ്രോപ്പറായിട്ട് റിലേഷൻ നമുക്ക് ഇവിടെ പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ അൺനോൺ റിലേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു റിസൾട്ട് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർ തമ്മിൽ പറയാൻ പറ്റില്ല. അതുകൊണ്ട് സം കാർസ് ആർ ഗേസേഴ്സ് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്, സം ഗേസേഴ്സ് ആർ കാർസ്. സെയിം സിറ്റുവേഷൻ അല്ലേ, ഗേസേഴ്സും കാർസും തമ്മിലുള്ള റിലേഷൻ എന്താണ്, അൺനോൺ റിലേഷൻ ആണ്. ഇവർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കൺക്ലൂഷനും ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പോസിബിൾ കൺക്ലൂഷൻസ് ഒക്കെ പറയാൻ പറ്റും, ഡെഫിനറ്റ് കൺക്ലൂഷൻ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് പോസിബിലിറ്റി അധികം ചോദിക്കാറില്ല. എന്നാൽ ഡെഫിനറ്റ് നമുക്ക് എന്താണ് ഇവിടെ പറയാൻ സാധിക്കത്തില്ല. അപ്പൊ 2 കൺക്ലൂഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യില്ല. നെയ്തർ കൺക്ലൂഷൻ 1 nor 2 ഫോളോസ്. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2ഉം അവിടെ ഫോളോ ചെയ്യില്ല. കൺക്ലൂഷൻ 1ഉം ഫോളോ ചെയ്യുന്നില്ല, 2ഉം ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ വെൻ ഡയഗ്രം വരയ്ക്കാനും റിലേഷൻ എടുക്കാനും പഠിക്കണം. ഞാൻ പറയുന്ന കാര്യം, വെൻ ഡയഗ്രം തെറ്റിച്ച് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻ എടുക്കുന്നത് നമ്മൾ മാറും, നമ്മുടെ ആൻസറുകളും മാറും. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം. അടുത്ത ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഡിഫറെൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നില്ലെങ്കിൽ കൂടിയും ഇടയ്ക്ക് മുറക്കൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവിടെ ആക്ച്വലി അവർ പറഞ്ഞു, ഓക്കെ, സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ ലെറ്റർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോക്കിയിട്ട് ഇതിനകത്ത് ഈ ലെറ്റേഴ്സ് തമ്മിൽ റിലേഷൻസ് ഉണ്ട്. ഓക്കെ, എന്തോ ഒരു റിലേഷനിലാണ് ഈ ലെറ്റേഴ്സ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ മാർക്ക് ഫില്ല് ചെയ്തെടുക്കണം എന്നാണ് ചോദിക്കുന്നത്, എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേഷൻ എങ്ങനെ വേണം, നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് വരണം നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റിലേഷൻ വരാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റിലേഷൻ വരാം. അത് നമ്മൾ ടേബിളിൻ്റെ സഹായത്തോടെയും ലെറ്റേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തും ഫിഗർ അനലൈസ് ചെയ്തൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏകദേശം ആ ഫിഗർ കാണുമ്പോൾ എങ്കിലും കുറച്ച് പേരെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കണം.
നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, ഇപ്പം ഞാൻ റിലേഷൻ ഇങ്ങനെ നോക്കുകയാണ്, എഫ് ജെ എൻ യു ക്യു ഇങ്ങനെ ഒരു ഓർഡറിലാണോ പോകണോ ഞാൻ നോക്കുകയാണ്. എഫും ജെയും ഞാൻ നോക്കുന്ന സമയത്ത് എഫ് കഴിഞ്ഞൊരു 4 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ജെ വരുന്നത്. ജെയും എന്നും നോക്കുമ്പോൾ ജെ കഴിഞ്ഞൊരു 4 ലെറ്റർ കഴിഞ്ഞാണ് ആര് വരുന്നത്, എൻ വരുന്നത്. എൻ കഴിഞ്ഞിട്ട് ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട് യുവിന്, അല്ല ഒരു 6-4-10 ഡിഫറൻസ് വരുന്നുണ്ട് യുവിന്. യുന്ന് ക്യൂയിലേക്ക് പുറകിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഓർഡർ പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അതല്ല അല്ലേ, അതല്ല. മറ്റെന്താണ് പ്രത്യേകത നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ഈ എഫും യുവും ഓക്കെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്, അവിടെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ്. എഫും യു ഞാൻ നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ടേബിളിനകത്ത് ഓപ്പോസിറ്റ് ഇരുന്ന ആൾക്കാരല്ലേ, റിവേഴ്സ് ലെറ്റേഴ്സ് അല്ലേ. ഓക്കെ, ക്യൂവും ജെയും ഞാൻ നോക്കുകയാണ്, ക്യൂവും ജെയും ഞാൻ നോക്കുകയാണ്. ക്യൂവും ജെയും അതുപോലെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റേഴ്സ് അല്ലേ, കണ്ടോ. അതായത് ഇവിടെ ഓപ്പോസിറ്റ് വച്ചിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ടേബിളിനകത്ത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഏതാണ്, എം ആണ് അല്ലെ. എന്നും എം ആണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, റിവേഴ്സ് ലെറ്റേഴ്സ് നമ്മൾ പറയും അല്ലെ. അപ്പൊ അവിടെ വരാൻ ചാൻസ് ഉള്ള ഒരാളാണ് എം ആണ്. നമുക്ക് എം ആൻസറിലുണ്ട്. ഉണ്ടാ സിമ്പിൾ ലോജിക്കാണ്, നമ്മൾ ആലോചിച്ച് നോക്കണം എങ്ങനെ എടുക്കണം. ചിലപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ വരുന്ന ഒരാളോ ആകാം വേണമെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ച് ഓർഡറിൽ എടുത്തിട്ട് അവിടെ അങ്ങനെ ആവാം കേട്ടോ. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലെറ്റേഴ്സ് നമ്മൾ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ആൻസറിലേക്ക് പോകുന്ന ലോജിക്കാണ്. കണ്ടോ, സിമ്പിളാണ്. പക്ഷെ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ആലോചിക്കേണ്ടി വരും ചിലപ്പോൾ. ഓക്കെ, ലെറ്റേഴ്സ് കണ്ട് ശീലമായിട്ടുള്ളവർക്ക് പെട്ടെന്ന് കിട്ടും. നമ്മൾ ടേബിളോട് ഇരിപ്പോണ്ട് ടേബിൾ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എപ്പോഴും. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതും ഇതുപോലെ ഒരു ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഞാനത് പറഞ്ഞു, ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ദ റെക്ടാംഗിൾ റെപ്രസെന്റ്സ് എ സെറ്റ് ഓഫ് കാൽക്കുലേഷൻസ് ദാറ്റ് ആർ കോമൺ അക്രോസ് ഓൾ ദി ഗിവൺ ഇക്വേഷൻസ്. ഓക്കെ, നമുക്കൊരു 3 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷന്റെ പ്രത്യേകത നമുക്ക് ഒരു റെക്ടാംഗിൾ ബോക്സ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും. കണ്ടോ, എല്ലാത്തിലും റെക്ടാംഗിൾ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ റെക്ടാംഗിൾ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്, സെറ്റ് ഓഫ് കാൽക്കുലേഷൻസ് ആണ്. അതൊരു സെറ്റ് ഓഫ് കാൽക്കുലേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന റെക്ടാംഗിൾ എന്ന് പറയുന്നത് കോമൺ അക്രോസ് ഓൾ ദി ഗിവൺ, എല്ലാത്തിലും സെയിം കാൽക്കുലേഷൻ ആണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഐഡന്റിഫൈ ദ കാൽക്കുലേഷൻ ഇൻവോൾവ് ആൻഡ് സോൾവ് ദ തേർഡ് ഇക്വേഷൻ ഓൺ ദി സെയിം ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്ത് വന്ന ആൻസർ ആണ് ഇത്. ഇവർ തമ്മിലുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ആൻസർ ആണ് ഇത്. അപ്പൊ അതേപോലെ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഇതിന് വരുന്ന ആൻസർ എന്താണെന്ന് നമ്മൾ ഓപ്ഷനിൽ കണ്ടുപിടിക്കണം. ഇതാണ് പറയുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് നമ്മളെ റിലേഷൻ ആണ്. നമ്പേഴ്സ് നമ്മളെ റിലേഷൻ മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 36, 81 വന്നിട്ട് 6, 9, 15 വന്നു. എങ്ങനെ ഈ 36, 81 വന്നതിന് ശേഷം 6, 9, 15 വന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ 36 എന്ന് പറഞ്ഞാൽ അത് എന്താണ്, 6ന്റെ സ്ക്വയർ ആണ് അല്ലെ. ഈ 81 എന്ന് പറഞ്ഞാൽ എന്താണ്, 9ന്റെ സ്ക്വയർ ആണ്. അത് നമ്മൾ അവിടെ കിട്ടിയാൽ മാത്രം പോലും രണ്ടാമത്തിലൊന്ന് കൺഫേം ചെയ്യണം. നിങ്ങൾ നോക്കിയേ, ഈ 64 എന്ന് പറഞ്ഞാൽ എന്താണ്, 8ന്റെ സ്ക്വയർ ആണ്. 144 എന്ന് പറഞ്ഞാൽ എന്താണ്, 12ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 2 നമ്പർ കിട്ടുന്നുണ്ടോ. എങ്ങനെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഈ തന്നിരിക്കുന്നതിനകത്ത് തന്നെ ലെഫ്റ്റും റൈറ്റിലുള്ള റെക്ടാംഗിൾ ലെഫ്റ്റും റൈറ്റിലുള്ള ആൾക്കാരുടെ സ്ക്വയർ റൂട്ട് എഴുതി വെച്ചേക്കാണ് ചെയ്തിരിക്കുന്നത്. 36ന്റെ സ്ക്വയർ റൂട്ട് 6, 81ന്റെ സ്ക്വയർ 9, 64 സ്ക്വയർ റൂട്ട് 8, 150 സ്ക്വയർ റൂട്ട് 12 അത് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ആളെ എങ്ങനെ കിട്ടുന്നു എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് 6 + 9 ആണെന്ന് പറയുന്നത് 15 എന്ന് പറയുന്നത്, 8 + 12 ആണെന്ന് പറയുന്നത് 20 എന്ന് പറയുന്നത്. റിലേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞു. കാരണം കറക്റ്റ് എല്ലാം കിട്ടുന്നു, രണ്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോജിക്ക് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നു. 49 ആകുമ്പോൾ ഏത് വരും, 7 വരും. 49 വെച്ചാൽ 7ന്റെ സ്ക്വയർ ആണ്. 100 ആകുമ്പോൾ ഏത് വരും, 10 വരും. 7ഉം 10 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നിങ്ങൾ നോക്കിയേ, അവിടെ അടുത്ത് എന്താ വന്നിരിക്കുന്നത്, 10 + 7 17 ഉണ്ടോ. അപ്പൊ ഇങ്ങനെ നമ്മൾ ലോജിക്ക് മനസ്സിലാക്കിയെടുത്ത് ചെയ്യുവാണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇപ്പം കൂടുതൽ അത് ഉൾപ്പെടുത്തിക്കുന്നത് കേട്ടോ. എല്ലാത്തിനും നമ്മളെങ്ങനെ സ്ഥിരമായിട്ട് കാണില്ലെങ്കിൽ കൂടിയും ഇങ്ങനെയുള്ള ലോജിക്കുകൾ കണ്ടുപിടിക്കേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എപ്പോഴും നമ്മൾ പല ഷിഫ്റ്റുകളിലും ചോദിച്ച് കാണുന്നത്. എല്ലാ ഷിഫ്റ്റിലും ചോദിക്കത്തില്ല, പല ഷിഫ്റ്റുകളിലും മാറിയും ചില ഷിഫ്റ്റുകളിൽ കൂടുതൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിക്കാറുണ്ട്. നോക്കാം. അടുത്തത് നമ്മൾ കഴിഞ്ഞ സീരീസിൽ കണ്ട പോലെ ഒരു ലെറ്റർ നമ്പർ കോമ്പിനേഷൻ സീരീസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലെറ്റേഴ്സ് വെച്ച് ആദ്യം നോക്കുക. ഓക്കെ, ലെറ്റേഴ്സ് നോക്കിയിട്ട് അത് വെച്ച് ആൻസറിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ അത് വെച്ച് ആൻസറിലേക്ക് പോവാം. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ ഇവിടെ നോക്കുക. ആക്ച്വലി ഇവിടെ നമ്പർ നോക്കുമ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. ലെറ്ററിനേക്കാൾ ബെറ്റർ നമ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ നോക്കിയേ, നമ്പേഴ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് 4, 9, 16. ഓക്കെ, 4, 9, 16. 4 2ന്റെ സ്ക്വയർ ആണ്, 9 3ന്റെ സ്ക്വയർ ആണ്,
16 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഏതായിരിക്കും? 5ന്റെ സ്ക്വയർ ആയിരിക്കും. ഏതാ? 25 അല്ലേ? 25. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ 25 രണ്ടെണ്ണം ഉണ്ട്. നമ്പർ വെച്ച് ആൻസറിലേക്ക് പോകാൻ പറ്റത്തില്ല. ലെറ്റർ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ നോക്കാം ഡിയും ജിയും. ഓക്കെ, ഡിയും ജി ഞാൻ ടേബിളിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം ഒരു 3 ലെറ്റർ കഴിഞ്ഞാണ് ജി വരുന്നത് അല്ലേ? ജിയും ജെയും ഞാൻ നോക്കുകയാണ്. ജിയും ജെയും ഞാൻ നോക്കിയാൽ അത് 3 ലെറ്റർ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഫസ്റ്റ് ലെറ്റേഴ്സ് 3 ലെറ്റർ കഴിഞ്ഞിട്ട് വരുവാണ്. അങ്ങനെ ജെ കഴിഞ്ഞിട്ട് 3 ലെറ്റർ കഴിഞ്ഞാൽ ആരാ വരുന്നത്? എം ആണ്. M25 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതായിരിക്കും നമ്മുടെ ആൻസർ. എ ആയിരിക്കും നമ്മുടെ ആൻസർ. ലാസ്റ്റ് ലെറ്റർ നോക്കണമെന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇപ്പൊ യു ആർ നോക്കുമ്പോൾ യുവിന്റെ പുറകിലോട്ടാ വരും. അപ്പൊ -3 ആണ്. യുവിന്റെ പുറകിലോട്ടാ പോകുന്നത്. -3 ആണ്. ആർ നോയിലേക്ക് പോകുമ്പോൾ സെയിം -3 ആണ്. അപ്പൊ ഓയിന്ന് -3 പോകണം. ഓയിന്ന് -3 പോകുമ്പോൾ നമുക്ക് അവിടെ ആരാ? എല്ലാ വരാ. M25 എല്ലാം കറക്റ്റ് ആണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റർ നമ്പർ സീരീസ് ഒക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ലെറ്ററിന്റെ കേസ് വന്നാൽ നമുക്ക് ടേബിളിന്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല. നമ്പർ വരുമ്പോഴാണ് കുറച്ചെങ്കിലും നമുക്ക് ടൈം എടുക്കാൻ ചാൻസ് ഉള്ളത്. പക്ഷെ ഇത് അത്യാവശ്യം എളുപ്പമുള്ള നമ്പർ ആയിരുന്നു. ഓക്കെ, അടുത്ത സിലോയിസിന്റെ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും സിലോയിസിന്റെ ക്വസ്റ്റ്യൻ വരുവാണ്. പക്ഷേ ഇവിടുത്തെ സിലോയിസിന്റെ ക്വസ്റ്റ്യന് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടുത്തെ സിലോയിസിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് നോക്കാം. നോ വുമൺ ഇസ് എ കൗ എന്ന് പറയുന്നുണ്ട്. നോ വുമൺ ഇസ് എ കൗ. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന വരയ്ക്കുക? നോ വുമൺ ഇസ് എ കൗ. വുമൺ ഒന്നും കൗ അല്ല. നോ വുമൺ ഇസ് കൗ. അടുത്ത എലിഫ് ഇസ് എ വുമൺ എന്ന് പറയുന്നുണ്ട്. എലിഫ് ഇസ് എ വുമൺ. അപ്പൊ നമുക്ക് സാധാരണ സിലോസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഓൾ വെച്ചിട്ടോ സം വെച്ചിട്ടോ നോ വെച്ചിട്ടോ ഒക്കെ ഒരു കീവേഡ് ഉണ്ടായിരിക്കും. ഇവിടെ കീവേഡ് ഇല്ല. ജസ്റ്റ് എലിഫ് ഈസ് എ വുമൺ എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ എലിഫ് ഈസ് എ വുമൺ അങ്ങനെ കീവേഡ് ഇല്ലാതെ വരുവാണെങ്കിൽ അത് ഓൾ എന്ന കൺസെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ വുമണിനകത്തായിരിക്കും ആര് വരിക? എലിഫ് വരിക. അപ്പൊ ഇങ്ങനെയായിരിക്കും ഡയഗ്രം വരിക. അപ്പൊ നോ വുമൺ ഈസ് എ കൗ നമ്മൾ ഇങ്ങനെ ആയിരിക്കും വരയ്ക്കുക. എന്റെ എലിഫ് ഈസ് എ വുമൺ എന്ന് പറഞ്ഞാൽ എലിഫ് നമുക്ക് എവിടെ വരണം? വുമണിനകത്ത് വരണം. ഇങ്ങനെയായിരിക്കും വരിക. ഇനി നമ്മൾ നേരെ കൺക്ലൂഷനിലേക്ക് പോവാണ്. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ പറയുന്നത്? എലിഫ് ഈസ് നോട്ട് എ കൗ എന്ന് പറയുന്നുണ്ട്. എലിഫ് ഈസ് എ നോട്ട് എ കൗ. നമുക്കറിയാം വുമൺ ഒന്നും കൗ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എലിഫ് എന്ന് പറയുന്നത് വുമൺ ആകുമ്പോൾ എലിഫ് എന്താകത്തില്ല? കൗ ആകത്തില്ല. അത് കറക്റ്റ് ആണ്. എലിഫ് ഈസ് നോട്ട് എ കൗ. എലിഫ് കൗ അല്ല, കൃത്യമായിട്ട് പറയാൻ പറ്റും. അടുത്ത രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ എലിഫ് മേ ഓർ മേ നോട്ട് ബി എ കൗ എന്ന് പറയുന്നുണ്ട്. എലിഫ് മേ ഓർ മേ നോട്ട് ബി എ കൗ എന്ന് വെച്ചാൽ അതൊരു പോസിബിലിറ്റി ആണ് പറയുന്നത്. എലിഫ് ചിലപ്പോൾ കൗ ആകാം, ചിലപ്പോൾ കൗ ആകില്ല എന്നൊരു പോസിബിലിറ്റി ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും അറിയാം എലിഫ് എന്തല്ല? കൗ അല്ല. അപ്പൊ അവിടെ ഒരു പോസിബിൾ കൺക്ലൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എലിഫും കൗവും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം എലിഫ് കൗ അല്ല നമുക്ക് ഉറപ്പായിട്ട് അറിയാം. പിന്നെ മേ ഓർ മേ നോട്ട് ചേർത്ത് പറയേണ്ട ആവശ്യമില്ല. അത് ഫോളോ ചെയ്ത് അതൊരു കൺക്ലൂഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് സിലോയിസം ചോദിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും പല രീതിയിൽ വ്യത്യസ്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ചോദിച്ചൊരു കൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓൺലി വൺ ഫോളോസ്. ഓക്കെ, ഒന്നാമത്തെ മാത്രമേ ഫോളോ. ഇവിടെ നമ്മുടെ ഓൾ പ്ലസ് സം വെൻ ഡയഗ്രം റൂൾ എന്ന് വെച്ചല്ല നമ്മൾ നോക്കിയത്. നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം കൺസെപ്റ്റുകൾ നമുക്ക് ഇടയ്ക്ക് എന്താണ് ആവശ്യമായിട്ട് വരും. വെറുതെ കാണാതെ ഓരോന്ന് പഠിച്ചാൽ മാത്രം പോരാ, കൺസെപ്റ്റുകളൂടെ പഠിച്ചു വെക്കുക. നമുക്ക് എന്തായാലും വെൻ ഡയഗ്രം വരച്ച് റിലേഷൻ വരച്ചാണ് നോക്കുന്നത്. റിലേഷൻ വരയ്ക്കുമ്പോൾ റിലേഷൻ കിട്ടുന്നുണ്ട്. ആ റിലേഷൻ വെച്ച് നമുക്കിത് പറയാനിവിടെ പറ്റണം. അങ്ങനെയോടെ നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്തത് ഒരു ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ടോപ്പിക്കാണ് ക്യൂബ്സ് ആൻഡ് ഡൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതൽ നമുക്ക് ചോദിക്കുക ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഒരു ക്യൂബിന്റെയോ ഡൈസിന്റെയോ പല സൈഡിൽ നിന്നുള്ള വ്യൂ തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആരെന്ന് ചോദിക്കും. ഇത് എളുപ്പമുള്ള ടോപ്പിക്കാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. ഇവിടെ 3 ഡിഫറെന്റ് പൊസിഷൻസ് ഓഫ് എ ഡൈസ് ആർ ഷോൺ ബിലോ എന്നാണ് പറയുന്നത്. ഡൈസ് എന്നാണ് പറയുന്നത്. നോർമലി 1 to 6 നമ്പർ ഇടുമ്പോഴാണ് ഡൈസ് ആകുന്നത്. ഇത് ക്യൂബ് ആണ്. കുഴപ്പമില്ല. ഡൈസ് ആർ ഷോൺ ബിലോ. സെലക്ട് ദ പാറ്റേൺ ദാറ്റ് വിൽ ഓപ്പോസിറ്റ് ടു ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 വ്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് 3 വ്യൂ തരുമ്പോൾ ഈ 3ന്റെയും കൂടെ ആവശ്യം നമുക്കില്ല. ഓക്കെ, 3ന്റെയും കൂടെ ആവശ്യം നമുക്കില്ല. ഇതിൽ ഏതോ 2 എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. അത് ഏത് 2 നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ആക്ച്വലി നമുക്ക് ഇവിടെ നോക്കാനായിട്ട് ഇത് 2 മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കറിയാം എന്താണ് നമുക്ക് 2 വ്യൂ തരുമ്പോൾ അതിൽ 2 പേര് കോമൺ ആണെങ്കിൽ റിമൈനിങ് ഉള്ള ആൾക്കാർ ഓപ്പോസിറ്റ് നമ്മൾ പറയും അല്ലെ. ഇവിടെ 2 പേര് കോമൺ ആണ് കേട്ടോ. സർക്കിളും സ്റ്റാറും കോമൺ ആണ്. സർക്കിളും സ്റ്റാറും കോമൺ ആണ്. റിമൈനിങ് ഉള്ള ആൾക്കാർ ആരൊക്കെയാണ്? ട്രയാങ്കിളും റെക്ടാങ്കിളും ആണ്. എങ്കിൽ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ഉറപ്പായിട്ട് ആരായിരിക്കും? റെക്ടാങ്കിൾ ആയിരിക്കും. കണ്ടോ, ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഇത് എടുത്താലും ആൻസർ പറയാൻ പറ്റും.
അതെങ്ങനെ നമ്മൾ പറയാ? ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരാളേ ഉള്ളൂ. കോമൺ ആയിട്ടുള്ള ആൾ സർക്കിളാണ് അല്ലെ? സർക്കിൾ. അപ്പൊ നമ്മൾ സർക്കിൾ വെച്ച് നോക്കുമ്പോൾ സർക്കിള്, ട്രയാങ്കിള്, സ്റ്റാർ. ഇവിടെ വരുമ്പോഴത്തേക്കും സർക്കിള്, റെക്റ്റാങ്കിള്, ഡയമണ്ട്. കണ്ടോ? ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആരായിരുന്നത്? സർക്കിള്. ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആരായിരുന്നത്? റെക്റ്റാങ്കിൾ ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രണ്ട് കോമ്പിനേഷൻ എടുത്താൽ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. അവിടെ നമ്മൾ എന്ത് ചെയ്യാം? ആൻസർ എടുത്ത് പോയാൽ മതി. അപ്പോൾ ഇതാണ് ക്യൂബ്സ് ആൻഡ് ഡൈസിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഒരുപാട് ക്വസ്റ്റൻ നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. അതിൽ ഡിഫറെൻ്റ് ആയിട്ടെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഷേപ്പുകളാണ് വന്നിരിക്കുന്നത് എന്നൊരു വ്യത്യാസം മാത്രമേ അതിനകത്തുള്ളൂ. അടുത്തത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ലെറ്റേഴ്സിന്റെ കോമ്പിനേഷൻ ആണ് നിന്നത് അല്ലെ? ഒരു ലെറ്റേഴ്സിന്റെ കുറച്ച് സാധനങ്ങൾ തന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് റിലേഷൻ നമ്മൾ ചോദിച്ചായിരുന്നു. അതുപോലെ നമ്പേഴ്സ് വെച്ച് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് എന്താണ് ഒരു റെക്ടാംഗിൾ ബോക്സ് വരച്ചിട്ട് നമുക്ക് അതിനകത്ത് രണ്ടുപേരും നമ്മുടെ റിലേഷൻ ഇങ്ങനെ വരും എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ നോക്കിയേ, സ്റ്റഡി ദ ഗിവൺ പാറ്റേൺ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മുടെ 3 ഫിഗേഴ്സ് വന്നിട്ടുണ്ട് അല്ലെ? 3 ഫിഗേഴ്സ് ഉണ്ട്. നിങ്ങൾ നോക്കുക, ഇവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ഈ 3 നമ്പേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതേ റിലേഷനിലായിരിക്കും ഈ 3 പേരും. എങ്കിൽ അതേ റിലേഷനിൽ വരുന്ന മൂന്നാമത്തെ ആളെ കണ്ടുപിടിക്കണം നമ്മൾ. ഇതാണ് സംഭവം. ഇവര് 3 പേര് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആ റിലേഷൻ നമുക്ക് എങ്ങനെയാണെന്നറിയില്ല, ഇഷ്ടമുള്ള രീതി നമുക്ക് റിലേഷൻ വരാം. ഓക്കെ, അതുപോലെ അതേ റിലേഷൻ ആയിരിക്കും ഇവിടെ കിട്ടുന്ന അതേ റിലേഷൻ ആയിരിക്കും ഇവര് 3 പേരും വരിക. ഓക്കെ, എങ്കിൽ അതേ റിലേഷനിൽ ഇവര് 8 6 തമ്മിൽ മൂന്നാമത്തെ ആൾ വരുന്നത് ആരായിരിക്കും എന്ന് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ഇത് നമ്പർ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടുന്ന ഒരു നമ്പേഴ്സ് ആണ്. വലിയ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, എളുപ്പമുള്ള നമ്പേഴ്സ് തന്നെയാണ്. ഇവിടെ 6 2 40 ആണ്. അപ്പൊ 6 2 40 നോക്കുമ്പോൾ നമ്മൾ 6 2 നമ്മൾ നോക്കും 12 ആണ് വരുന്നത്. അതുമായിട്ടൊരു ബന്ധം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, 6ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ 36 പ്ലസ് 4 എത്ര കിട്ടും? 40 കിട്ടും അല്ലെ? അതുപോലെ 3ന്റെ സ്ക്വയർ പ്ലസ് 4ന്റെ സ്ക്വയർ 9 പ്ലസ് 16 എത്ര കിട്ടും? 25. അങ്ങനെയാണെങ്കിൽ അത് രണ്ടും സെയിം ആയിട്ട് വന്നല്ലോ, സെയിം പാറ്റേൺ കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പം 8ന്റെ സ്ക്വയർ പ്ലസ് 6ന്റെ സ്ക്വയർ 64 പ്ലസ് 36 എന്ത് കിട്ടും? 100 കിട്ടും. നമ്മുടെ ആൻസർ എന്തായിരിക്കും? 100 ആയിരിക്കും. കേട്ടോ, നമ്പേഴ്സ് എളുപ്പമുള്ള നമ്പേഴ്സ് ആണ്, വലിയ ബുദ്ധിമുട്ടുള്ള നമ്പേഴ്സ് അല്ല. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? നമ്പേഴ്സ് വെച്ച് അനലൈസ് ചെയ്ത് നമ്മളിങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. 6 2 40 തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടാകാം? അതേ റിലേഷൻ നമുക്ക് 3 4 25 പറയാം. പല റിലേഷൻ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ വരാം. അപ്പൊ അത് വെച്ച് നമ്മളിങ്ങനെ കമ്പയർ ചെയ്ത് നമ്മൾ ഒരു ആൻസറിലേക്ക് കൊണ്ടുവരിക, ഒരു റിലേഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. രണ്ടിനും കോമൺ ആയിട്ടുള്ള അതേ റിലേഷൻ അപ്ലൈ നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസറിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ട് കണ്ട ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് ഞാനത് ഈ ഒരു സീരീസിൽ ഉൾപ്പെടുത്തിയത്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് അല്ല ഇതൊന്നും. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ പാർട്ടാണ് ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടേ പോവാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലായിട്ടും പല പാറ്റേണിലും പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ ഷിഫ്റ്റിലും മാറ്റി പറയുന്നത്. കാരണം നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ അവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കാണും. അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം? കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ ഒരു സീരീസിൽ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം കണ്ടു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. കണ്ടു തീർത്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് PYQ കംപ്ലീറ്റ് ആയി കഴിയും. ഓക്കെ, അപ്പോൾ PYQ വരുന്ന സമയത്ത് നമ്മൾ ചെയ്ത് പഠിക്കും PYQ. എങ്കിലും PYQന്റെ ഫുൾ എക്സ്പ്ലനേഷനോടെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു സീരീസ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സീരീസിന്റെ ബാക്കി പാർട്ട് വരെ കാണാം. താങ്ക് യു.